ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഇപ്പോഴും ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം 63% ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമവികസനം അഥവാ റൂറൽ ഡെവലപ്മെന്റ് എന്ന വിഷയം എപ്പോഴും പ്രസക്തമാണ്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. NCERT പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ഇക്കണോമിക്സ് റിവിഷൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NCERT ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന പാഠപുസ്തകത്തിലെ 5 അധ്യായങ്ങൾ ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് 6ാമത്തെ അധ്യായമാണ്, റൂറൽ ഡെവലപ്മെന്റ് അഥവാ ഗ്രാമവികസനം. സ്വാഗതം. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരവും സാമ്പത്തിക ഭദ്രതയും ഉയർത്തുന്ന പ്രക്രിയയാണ് ഗ്രാമവികസനം അഥവാ റൂറൽ ഡെവലപ്മെന്റ്. കൃഷിയുടെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം, സുസ്ഥിര വികസനം എന്നിങ്ങനെ പല കമ്പോണൻസ് അടങ്ങിയതാണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന പ്രോസസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യയുടെ 69% ജീവിച്ചിരുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇപ്പോഴിത് 63.44%. ഇന്ത്യൻ ഗ്രാമീണ ജനതയുടെ മുഖ്യ ഉപജീവന മാർഗം കൃഷിയാണ്. കൃഷിക്കും മറ്റും ആവശ്യമുള്ള വായ്പ ലഭിക്കുക എന്നത് ഗ്രാമീണ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമീണ വായ്പയ്ക്ക് 2 തരത്തിലുള്ള സോഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫോർമൽ സോഴ്സും 2 ഇൻഫോർമൽ സോഴ്സും. എന്താണ് ഈ ഫോർമൽ സോഴ്സ്? നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്ക് പോലെ ഫോർമൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന ക്രെഡിറ്റ് ആണ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ലഭിക്കുക ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഫോർമൽ ബാങ്കിങ് സിസ്റ്റം പല സ്ഥലത്തും ആക്സസിബിൾ അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെയൊക്കെ കൊളാറ്ററൽ സെക്യൂരിറ്റീസും മറ്റു കാര്യങ്ങളും ഡോക്യുമെന്റ്സും ഒക്കെ നൽകണം. ഗ്രാമീണ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യിലുണ്ടായി എന്ന് വരില്ല. ഇനി അടുത്തൊരു മാർഗം എന്ന് പറയുന്നത് ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ആണ്. ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൽ മണി ലെൻഡേഴ്സിനെ പോലെ, നമ്മുടെ കൊള്ളപ്പലിശക്കാരെ പോലെയുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റിന്റെ ഒരു ന്യൂനത ഉയർന്ന പലിശ നിരക്കാണ്. ഗ്രാമീണ മേഖലയിലെ വായ്പയെ നിയന്ത്രിക്കുവാനായി സ്ഥാപിതമായിട്ടുള്ള ബാങ്കാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡ്. 1982 ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്. കൃത്യമായ സമയത്ത് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുവാൻ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള സംവിധാനമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. ഇതിന്റെ മെക്കാനിസം വളരെ ലളിതമാണ്. ഒരു പ്രദേശത്തുള്ള ഒരു 10-20 ആൾക്കാർ ചേർന്ന് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അവര് തങ്ങളുടെ സേവിങ്സ് പൂൾ ചെയ്യുന്നു, തങ്ങളുടെ സേവിങ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആവശ്യക്കാർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. ഇവിടെ കൊളാറ്ററൽ സെക്യൂരിറ്റീസിന്റെയോ മറ്റു കാര്യങ്ങളുടെയോ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ആന്ധ്രാപ്രദേശ് തന്നെ. എന്നാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. റോഡ് കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലോട്ട് ഓൾ വെതർ റോഡ് കണക്ടിവിറ്റി നൽകുവാനായി 2000 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. 2011 നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റൂറൽ ബ്രോഡ്ബാൻഡ് പ്രോജക്റ്റ് ആണിത്. 2015 ഇതിന്റെ പേര് ഭാരത് നെറ്റ് എന്നാക്കി മാറ്റി. ഗ്രാമപ്രദേശങ്ങളിൽ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. എല്ലാ ഗ്രാമങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനായി 2019 ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ.
1998 ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കുറഞ്ഞ പലിശ നിരക്കിൽ സമയബന്ധിതമായി വായ്പ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന PSC പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.